ഒരു പ്രത്യേകത ഉണ്ട്. ഇവര് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ പകുതി കുട്ടികളെ തോൽപ്പിച്ചാളെ. ഈ പകുതി കുട്ടികൾ ഒരു പേപ്പറിന് 1,600 രൂപ വെച്ചിട്ട് റീവാലുവേഷന് കൊടുക്കും. അതിൽ ഭാഗ്യമുള്ള ആൾക്കാർ 10ഉം 16ഉം മാർക്കൊക്കെ കൂടിയിട്ട് എക്സാം പാസ്സാകും. ഈ 10ഉം 16ഉം മാർക്ക് കൂടി പാസ്സായ കുട്ടികൾ ഓരുടെ കാരണത്താൽ അല്ല തോറ്റതെന്നുള്ളത് വ്യക്തമാണ്. സ്റ്റിൽ റീഫണ്ട് എന്നുള്ള സാധനം നമുക്കില്ല. ഇനി ഇതിലും ഭാഗ്യം കിട്ടിയ കുട്ടികൾക്ക് സപ്ലി എക്സാമിന്റെ ഡേറ്റ് വന്നാൽ പോലും റീവാലുവേഷൻ റിസൾട്ട് വരില്ല. സപ്ലി എക്സാമിന് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരെ ഈ കുട്ടികൾ ഇങ്ങനെ സൈറ്റിൽ കയറി നോക്കും, റിസൾട്ട് വന്നോ എന്ന്. എവിടെ വരൂല. ഈ റീവാലുവേഷൻ റിസൾട്ട് വരൂല. ഇവർ സപ്ലി എക്സാമിന്റെ ഫീസ് അങ്ങോട്ട് അടക്കുകയും ചെയ്യും. വീണ്ടും പോയി 1,600 രൂപ. ഈ റിസൾട്ട് എന്നാ വരികയെന്നറിയോ? ഒന്നെങ്കിൽ എക്സാമിന്റെ തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുന്നേ. അപ്പോൾ ഈ കുട്ടികളുടെ റീവാലുവേഷന്റെ പൈസയും പോയി, എക്സാമിന്റെ പൈസയും അങ്ങോട്ട് പോയി കിട്ടി. ചിലവർക്ക് നോ ചേഞ്ച് ആകും. അങ്ങനത്തെ കുട്ടികൾ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ മാർക്ക് കൂടുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ, സംഗതി ഞാനിതൊരു കോമഡി സെൻസിലാണ് പറഞ്ഞതെങ്കിലും ഈ സ്കാമിനിരയായ കുറേ അധികം ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട്. ഓരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ പൈസ പോയി എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കാതെ വൈസ് ചാൻസലർക്ക് ഒരു രജിസ്റ്റേർഡ് കംപ്ലൈന്റ് അങ്ങോട്ട് അയക്കാം. ഇനി അങ്ങനെ കംപ്ലൈന്റ് അയക്കാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് കംപ്ലൈന്റ് അയക്കേണ്ടതെന്ന് അറിയണമെന്ന് വെച്ചാൽ എനിക്ക് DM അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബൈ.